എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പച്ചച്ചക്ക ഉപയോഗിച്ച് അടയുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇതിലേക്ക് അരിയോ ആട്ടമാവോ മൈദയോ ഒന്നും ചേർക്കുന്നില്ല. ചക്ക മാത്രം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചച്ചക്ക എടുത്തിട്ടുണ്ട്. ഇത് കുരുവും ചവണിയും കളഞ്ഞ് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതിനി മിക്സിയിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം ഇത് ഒന്നും കൂടി നീക്കിയിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇനി മിക്സിയിലേക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു അര സ്പൂണ് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ച ചക്കയിലേക്ക് ഒരു ബൗള് തേങ്ങ ഇട്ട് കൊടുക്കാം. മധുരം വേണ്ടാത്തവർക്ക് ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇലയിൽ എടുത്ത് വെച്ചാൽ മതിയാകും. മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് ചെയ്യാണ്. ഇപ്പം മൊത്തത്തിൽ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ പുഴുങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി മധുരത്തിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വട്ടയിലയാണ് എടുത്തിട്ടുള്ളത്. വട്ടയിലയിലോ വാഴയിലയിലോ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇല ഇല്ലെങ്കിൽ തന്നെ ഇത് ഇഡ്ഡലി തട്ടിൽ ഇത് ഓരോ തട്ടിലായിട്ട് കോരി വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഇലയിലേക്ക് ഒരു സ്പൂണ് ചക്ക അരച്ചത് വെച്ചതിന് ശേഷം അതിലേക്ക് ഈ ശർക്കരയും തേങ്ങയും കൂടി എടുത്തത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഒന്നും കൂടി അതുപോലെ ചെയ്ത് കാണിക്കുകയാണ്. ഇതുപോലെ ഒന്ന് പരത്തുക. എന്നിട്ട് തേങ്ങയും ശർക്കരയും കൂടി ഫില്ല് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി മധുരം വയ്ക്കാത്തതാണെങ്കിൽ ഇത് വെറുതെ ഇലയിലേക്ക് എടുത്തു വച്ചാൽ മതിയാകും. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇത് നല്ലപോലെ ആവി വന്ന് ഒരു 5-8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വേവും. ചക്ക വേവുന്ന അത്രയും സമയം തന്നെ മതിയാകും ഇത് വെന്ത് കിട്ടാനും. ഇതിൽ മാവൊന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വേഗത്തിൽ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് വച്ചിട്ടുണ്ടായിരുന്നു. ഇതിനി വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിനി തണുത്തതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. തണുക്കും തോറും ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. 1-2 ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ പുറത്ത് വെച്ചാലും കേടാവുകയില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.